വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ നമ്പർ റിലേഷൻസ് അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ അല്ലേ, അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. അത് കിട്ടാത്തവർക്ക് ഇതാണ്ട്, അതായത് ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 പെൻ അറ്റ് 8 റുപ്പി ഈച്ച്. 8 രൂപ വീതം വിലയുള്ള 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? 8 രൂപ വീതം വിലയുള്ള ചോദ്യം കേട്ടോണേ നിങ്ങളെ. 8 രൂപ വീതം വിലയുള്ള 12 പേനയാണ് അല്ലേ. 8 രൂപയാണ് ഓർത്തോണേ. അപ്പോൾ ഒരു പേനയ്ക്ക് 8 രൂപ, 2 പേനയ്ക്ക് 16 രൂപ, അങ്ങനെ കൂട്ടിയിട്ട് കേട്ടോ 12 പേനയ്ക്ക്. ഇവിടെ സ്റ്റെപ്പ് നമ്മളിത് ഫസ്റ്റ് ലിങ്കിൽ ഇട്ടതാണ്, ഞാൻ ബാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആകെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അഥവാ അറിയാൻ വയ്യാത്തൊരു നമ്മുടെ ആ ലിങ്ക് കയറി കാണേ. ഇനി നോക്കിക്കേ, കാൽക്കുലേഷൻ ദ മാത്ത് 12 × 8. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ 12 എന്ന് പറയുന്നത് 10 + 2 ആണ് കേട്ടോ. 12 എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് 10 + 2 ആണ്. അതിനെ എന്ത് ചെയ്യാനാ? 8 വെച്ച് ഇൻറ്റു ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താ ഞാൻ പറഞ്ഞത്, 10 പോയി ആദ്യം 8നെ കണ്ടു, 2 പോയി 8നെ കണ്ടു അല്ലേ. 10 പോയി 8നെ കാണുമെന്ന് വെച്ചാൽ 10 × 8 80, 2 പോയി 8നെ കാണുമെന്ന് വെച്ചാൽ 2 × 8 16, അപ്പോൾ 96. അതുപോലെ 12 അത് എന്താ 12 × 8നെ നമുക്ക് എങ്ങനെ വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം നമ്മൾ 10 + 2 എന്ന് എഴുതിയില്ലേ, എന്നാൽ 5 + 7 വെച്ച് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് നമ്മൾ 1ാമത്തെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറേ എക്സാമ്പിൾ കണ്ടോ, കുറേ എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഇതിട്ടിട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ ആകുമ്പം ഞാൻ അതിനെ വേറൊരു രീതിയിലും ചെയ്യാവും. നിങ്ങൾ ഇപ്പം നോക്കിയേ, 18 × 7 അല്ലേ. 18 × 7, 18 എന്ന് പറയുന്നത് 10 + 8 എന്ന് പറയുന്നത് 18. എന്നാൽ ഞാൻ പറയട്ടെ, 20 - 2 8 18 അല്ലേ നിങ്ങളെ. എന്താ 10 + 8 18ആണ്. 20 - 2, 20ൽ നിന്ന് 2 കുറച്ചാലും 18 അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ കേട്ടോ. ഈ 2 മെത്തേഡിൽ ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് ബാക്കി എടുക്കാനുള്ളതുകൊണ്ട് ഇനി ഇതും കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. എന്തെങ്കിലും സംശയം ഇതിനകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരുപാട് കണക്ക് ഞാൻ ഇട്ടതാണ് കേട്ടോ. കാരണം ഡൗട്ട് മാറാൻ വേണ്ടി കണ്ടോ, ഒത്തിരി കണക്ക് ഞാൻ അതിൻ്റെ നിങ്ങളെ ഇട്ട് ചെയ്യിപ്പിച്ച് കാണിച്ചതാണ്. ഓക്കെ ആണോ നിങ്ങളെ കേട്ടോ? കണ്ടോ, ഇഷ്ടം പോലെ കണക്കാണ്. അങ്ങനെയെങ്കിൽ 3 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ അത് 2 എണ്ണമായിരുന്നു. 3 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ? ഇപ്പം 425, 425. 3 ഡിജിറ്റ് വന്നാൽ എങ്ങനെയാണ്? 400 + 20 + 5 അല്ലേ. 400 + 20 + 5, 400 + 20 + 5, 400 + 20, 420 + 5 അല്ലേ. അതിനെ 420യെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 42 അല്ലേ. 42 × 10 ആയിട്ട് എഴുതാം. കാരണം ഇതിനെ നമ്മൾ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി. അങ്ങനെ 3 ഇങ്ങനെയും കേട്ടോ. ഓരോ രീതിയും നമ്മൾ പഠിച്ചതാണ്. 34 എന്നുള്ളത് 30 + 4 എന്ന് എഴുതാം. ഇനി അതെല്ലാം 40 - 6 എന്നും എഴുതാം കേട്ടോ. എങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ഇത് കേട്ടോ 35, 30 + 5. ആ 30നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. എന്താ 10 × 3 അല്ലേ. 10 × 3. ആ 10നെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 2 × 5. കണ്ടോ നിങ്ങളെ. അതായത് ഈ ലാസ്റ്റ് ഇത് വേറെ രീതിയിലുള്ള ഒരു മോഡൽ കണക്കായിരുന്നു അല്ലേ. ലാസ്റ്റ് ഡിജിറ്റിന് ഒരു മാറ്റവും വരാതെ എഴുതാൻ. ലാസ്റ്റിൽ ഇപ്പം 30 + 5 എന്നുള്ളതിന് ഈ 5ന് കണ്ടോ ഒരു മാറ്റവും ഇല്ല. ഇവിടെ നോക്കിയേ 34, 4ന് ഒരു മാറ്റവും വരാതെ. ബാക്കിയുള്ളതിനെ കണ്ടോ ഈ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചത്. 3 രീതിയിലും ചെയ്യിപ്പിച്ച് പഠിച്ചതാണ്. ഡൗട്ട് ഉണ്ട് എടുത്ത് നോക്കണേ നിങ്ങൾ കേട്ടോ. 38ൻ്റെ ഒക്കെ നമ്മൾ ചെയ്താൽ. അപ്പം നമുക്കിനി പുതിയതായിട്ട് പഠിപ്പിക്കാൻ വന്നത് പേജ് നമ്പർ 110ലെയാണ്. എന്താ നിങ്ങളെ പേജ് നമ്പർ 110. അപ്പോൾ നോക്കണേ, പേജ് നമ്പർ 110 ചുവടെയുള്ള സംഖ്യകളിൽ 2, 4, 5, 10 ഇവ ഓരോന്നുകൊണ്ടും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ കണ്ടുപിടിക്കുക. കണ്ടോ, എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിനിടയ്ക്ക് അതായത് ഇപ്പം നമ്മൾ 100 എത്രയായിരുന്നു അങ്ങാണ്ട് പേജ് 103, 104 ഒക്കെ നമ്മൾ 106 വരെയുള്ള ഫുൾ കണക്കും ചെയ്തതാണ്. പിന്നെ ഇത് 110 ബാക്കിയുള്ള കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഇട്ട് തന്നില്ലേ, അതേലെ മോഡല് ടെസ്റ്റ് ചെയ്തിട്ടേക്കുക കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നത്. ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി അതിനകത്തിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ, എനിക്ക് ഇന്ന പേജിലെ ഇന്ന കണക്ക് അറിയത്തില്ലെന്ന് പറയും. നിങ്ങൾ ഇനി 3-4 ദിവസവും കൂടെ അല്ലേ ഉള്ളൂ. സംശയങ്ങൾ ചോദിക്കണേണ്ട, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നമുക്ക് 110ാമത്തെ പേജിലെ നോക്കിയേ, ഫൈൻഡ് വിച്ച് നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5, 10. ഫോർ ദ അതർ ഫൈൻഡ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. വല്ലോ മനസ്സിലായോ? കണ്ട അവർ 4 സംഖ്യയും തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് മുമ്പേ കുറേ കാര്യങ്ങൾ അറിയണം. നമുക്കത് നോക്കാം. അത് പഠിച്ചെങ്കിലേ നമുക്കിത് പഠിക്കാൻ പറ്റും. നമുക്കത് നോക്കാം.
അതായത് ഈ ഡിവിസിബിൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഡിവൈഡ് ഇപ്പം 2ൻ്റെ ടേബിളിൽ ഇത് വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ലയോ കുഞ്ഞുങ്ങളെ. ഇപ്പം ഞാനൊരു സംഖ്യ എഴുതുക 25 എന്ന് കേട്ടിരുന്നോണേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇപ്പം നോക്കിയാൽ 25 അല്ലെങ്കിൽ 25 എന്ന് പറയുന്ന സംഖ്യ 2ൻ്റെ ടേബിളിൽ വരുമോ, 3ൻ്റെ ടേബിളിൽ വരുമോ അല്ലെ 4ൻ്റെ ടേബിളിൽ വരുമോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് അറിയാമെങ്കിൽ ഇനിയുള്ള കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം നിങ്ങളെ. അപ്പം 25 എന്ന് പറയുന്നത് ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. ഇപ്പം 2ൻ്റെ ടേബിളിലാണോ അല്ലയോ എന്ന് ഡൗട്ട് വരാനേ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ കേട്ടോ, നമുക്കിപ്പോൾ ഇപ്പോൾ 25 അല്ലെങ്കിൽ 1693 എത്രയോ സംഖ്യ ആയിക്കോട്ടെ, അതിൻ്റെ ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഈ ലാസ്റ്റിൽ വരുന്ന നമ്പർ അത് 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അതായത് 0, 2, 4, 6, 8 ഈ 5 നമ്പർ ഓർത്താൽ മതി. ഈ 5 നമ്പർ നമുക്ക് തരുന്ന സംഖ്യയുടെ ലാസ്റ്റിലുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ, നമുക്ക് ഈ തന്ന 5 സംഖ്യകൾ ഈ തരുന്ന നമുക്ക് ഏത് സംഖ്യയാണോ തരുന്നത് അതിൻ്റെ ലാസ്റ്റിലുണ്ടെങ്കിൽ അത് 2ൻ്റെ ഡിവിസിബിൾ ആണ്, അതായത് 2ൻ്റെ പട്ടികയിൽ പറ്റും എന്നൊരു ക്ലൂ പഠിക്കുക. ഓക്കെ ആണോ നിങ്ങളെ? 2ൻ്റെ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യ 2ൻ്റെ, അതായത് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ അതാണ്, അത് 2ൻ്റെ ടേബിളിൽ അതായത് 2 ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ അറിയാമെന്നാണ്. അപ്പം നിങ്ങൾ ഈ 5 നമ്പർ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നോക്കിയേ, നമുക്ക് ലാസ്റ്റ് നമ്പർ 5 ആണ്, ഇതിനകത്തിൽ 5 ഉണ്ടോ? അപ്പം എന്താണ്? നോട്ട് ഡിവിസിബിൾ. ഇത് പറ്റില്ല, നോട്ട് ഡിവിസിബിൾ, അതായത് ഇത് ഹരിക്കാൻ എന്താ 2ൻ്റെ ടേബിളിൽ പറ്റത്തില്ല, നോട്ട് ഡിവിസിബിൾ ബൈ 2. മനസ്സിലായോ? നോട്ട് ഡിവിസിബിൾ ബൈ 2, 2ൻ്റെ ടേബിളിൽ ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ വരത്തില്ല അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 3 ആണ്, ലാസ്റ്റിൽ 3 ആണ്, 3 വരുമോ നിങ്ങളെ? ഇല്ല. അപ്പോൾ അതും എന്താണ്? നോട്ട് ഡിവിസിബിൾ. ഇംഗ്ലീഷുകാർ കേട്ടോ, എന്ന് വെച്ചാൽ ഇത് ഹരിക്കാൻ പറ്റത്തില്ല, 2ൻ്റെ ടേബിളിൽ പറ്റത്തില്ല, നോട്ട് ഡിവിസിബിൾ ബൈ 2. മനസ്സിലായോ? ഇപ്പോൾ എളുപ്പമല്ലേ? ഏത് മീഡിയം ആണെങ്കിലും സംഭവം പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ നോക്കിയാൽ ഇപ്പോൾ 2, 9, 8, 7, 5, 3, 2 വലിയ സംഖ്യ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ജോലി ലാസ്റ്റ് നമ്പറാണ്. മനസ്സിലായോ? ലാസ്റ്റ് നമ്പർ 2 അല്ലേ? അപ്പോൾ എന്താണ്? ഇത് ഡിവിസിബിൾ. ഈ സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ 2, നോട്ടല്ലേ, ഡിവിസിബിൾ ബൈ 2. ഇത് 2ൻ്റെ ടേബിളിൽ പറ്റും. ഇപ്പം പിടികിട്ടിയോ? ഇപ്പം 10 എന്താണ്? ലാസ്റ്റ് നമ്പർ 0, ഡിവിസിബിൾ ബൈ 2. 28 ലാസ്റ്റ് നമ്പർ 8, ഡിവിസിബിൾ ആണ്. 186 ലാസ്റ്റ് നമ്പർ 6 ആണ്, പറ്റും. ഇപ്പോൾ ഓക്കെ ആണോ നിങ്ങളെ? ലാസ്റ്റ് തന്നിരിക്കുന്ന എത്ര വലിയോ സംഖ്യ, വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമുക്ക് തരുന്ന സംഖ്യ ഏത് സംഖ്യ ആയാലും അതിൻ്റെ ലാസ്റ്റ് വൺസിൻ്റെ സ്ഥാനം, 1s, 10s, 100 എന്ന് നമ്മൾ ചെല്ലത്തില്ലേ. ഇനി അത് പറഞ്ഞാലും ഒറ്റ 10, 100, 1000 അതും പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ തണ്ട് ഈ ലാസ്റ്റ് നമ്പർ അത് കണ്ടാൽ അറിയാമല്ലോ. അത് നമ്മൾ ഈ പറഞ്ഞ 5 സംഖ്യയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്, അതായത് 2ൻ്റെ ടേബിളിൽ പറ്റും. അപ്പം 2ൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. 2 ഓക്കെ ആണോ നിങ്ങളെ? ആണല്ലോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമല്ലോ. എന്താ പറയും? ഇച്ചിരി കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. ഉറക്കത്തിൽ വിളിക്കും നിങ്ങളോട് 2ൻ്റെ ഇതാണോ ചോദിക്കുന്നത്? അപ്പോൾ നോക്കും നിങ്ങളെ മൂന്നാമത്തത് കേട്ടോ. അടുത്ത നമ്മൾ 3ൻ്റെയാണ്. അപ്പം 2ൻ്റെ ടേബിളിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ? 0, 2, 4, 6, 8 ആണെങ്കിൽ എന്താ നിങ്ങളെ? അത് 2ൻ്റെ ടേബിളിൽ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി 3ൻ്റെ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 1, 7, 6, 8 ഈ നമ്പർ 3ൻ്റെ ടേബിളിൽ പറ്റുമോ? 3ൻ്റെ ടേബിളിൽ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? ഒന്നും വേണ്ടി ഇതെന്തോ ചെയ്താൽ മതി, തന്നിരിക്കുന്ന സംഖ്യ മൊത്തവും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. ഓരോന്നും ഓർത്ത് വെക്കണേ. 2ൻ്റെ ഓക്കെ ആണല്ലോ. 3ൻ്റെ നമ്മൾ എങ്ങനെ അറിയും? 3 ഡിവിസിബിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. 3 ഡിവിസിബിൾ ആണ് അടുത്ത പഠിക്കുന്നത്. 3 ഡിവിസിബിൾ എന്താവും നിങ്ങളെ? മൊത്തവും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അതായത് 1 + 7 + 6 + 8. മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 7, 1, 8, 8, 8, 16, 16, 6 എത്ര? 22. 16, 17, 18, 19, 20, 21, 22. സംശയമുണ്ടോ നിങ്ങളെ? കാരണം ഞാൻ ചിലപ്പോൾ 21 എഴുതി വെക്കുന്ന എല്ലാം കൂടെ കൂട്ടി പിന്നെ കമൻറ്റ് ബോക്സിൽ 21 21 പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ എന്താ നിങ്ങളെ 8, 1 അല്ലെങ്കിൽ 7, 1, 8 അല്ലേ? 7, 1, 8, 8, 8, 16, 16, 6, 22.
ഈ 22 എന്ന് പറയുന്നത് നമ്മൾ 3യുടെ ടേബിളിൽ ചെല്ലുമ്പം വരുന്നുണ്ടോ? അതായത് 22/3. 22 3ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21 ആണ് അല്ലേ? 7 3 21 ആണ്. അപ്പം എന്താ ബാലൻസ് 1 വരും. അപ്പം എന്താണിത്? ഡിവിസിബിൾ അല്ല. എന്ന് വെച്ചാൽ എന്താ? ബാക്കി റിമൈൻഡർ വന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? റിമൈൻഡർ എന്ന് വെച്ചാൽ ബാക്കി അല്ലേ? ശിഷ്ടം വന്നു. എത്ര? 7 3 21 ആണ് അല്ലേ? ബാക്കി ഒരു 1 വന്നു, റിമൈൻഡർ 1 വന്നു അല്ലേ? അപ്പം എന്താ? അത് 3ന്റെ ടേബിളിൽ പറ്റത്തില്ല. മനസ്സിലായോ? എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ 1 5 3 2 ഇങ്ങനെ ഒരു സംഖ്യ തരിക. ഈ സംഖ്യ വലുതോ ചെറുതോ ഏതാന്നുള്ളതല്ല, 2 സംഖ്യ ആയാലും എത്രയോ ആയിക്കോട്ടെ. അപ്പം എന്താ? കൂട്ടി നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ. 1 + 5 + 3 + 2. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര? 3 2 5, 5 5 10, 10 1 11 ആണ്. 11 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ്? അതും നോട്ട് ഡിവിസിബിൾ, അതും പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ നോക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? 3ന്റെ ടേബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്? 2ന്റെ ആണെങ്കിൽ ഈ 5 നമ്പർ ഓർത്താൽ മതി. 3ന്റെ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ കൂട്ടി നോക്കിയാൽ മതി. 2 + 3 + 4, 4 2 6 8 ഇത് നോക്കിക്കോ നിങ്ങളെ. അല്ല, ഇതിൻ്റെ ചോദ്യം 734. ഇത് ഡിവിസിബിൾ ആണോ? എങ്കിൽ ഇത് 3 കൂടെ കൂട്ടുമല്ലേ? 2 3 4 കൂടെ കൂട്ടും. എത്ര? 4 3 7 2 9. ഓക്കെ. 9 3ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. അപ്പം എന്താണ്? ഈ സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ, ഈ സംഖ്യ എഴുതിയിട്ട് വേണം, ഡിവിസിബിൾ ബൈ ഏത്? 3. ഇപ്പം പിടികിട്ടിയോ? ഇതെന്താ? ഡിവിസിബിൾ അല്ല. ഇതെന്താ? ഡിവിസിബിൾ. അതിനൊക്കെ എന്ത് വന്നു? റിമൈൻഡർ വന്നു. അതുകൊണ്ട് അതൊന്നും ഡിവിസിബിൾ അല്ല. ഇതിനൊന്നും വന്നില്ല, അതുകൊണ്ട് അത് ഡിവിസിബിൾ ആണ്. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? 2 3 ഓക്കെ ആണോ? ഇനി നിങ്ങൾ 5 തന്നിട്ട് ചെയ്യണേ. നമുക്ക് സമയം സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കൂ നിങ്ങളെ. 4. അടുത്ത ഏതാ? 4ന്റെ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയുമെന്നറിയോ? അതായത് നമുക്കൊരു സംഖ്യ തരികയെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് അതായത് ഇപ്പം ഓക്കെ 235 എന്ന് പറയുന്ന സംഖ്യ കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. ലാസ്റ്റിലത്തെ ഓരോന്നും പഠിക്കുമ്പം തിരിഞ്ഞു പോകല്ലോ നിങ്ങളെ. ലാസ്റ്റിലത്തെ 2 സംഖ്യ എടുത്തിട്ട് അതെന്താ? 4ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 35 4ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 4ന്റെ പട്ടിക ചെല്ലി നോക്കി വരുന്നുണ്ടോയെന്ന്. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28, 8 4 32, 8 4 32, 9 4 36. അപ്പോൾ 32ഉം 36ഉം ഒക്കെയാണ് വരുന്നത്. അപ്പം എന്താണ്? ഇത് നോട്ട് ഡിവിസിബിള്. എന്താ? 35 നോട്ട് ഡിവിസിബിൾ ബൈ എന്താ? അത് 4 4ന്റെ ടേബിളിൽ വരുന്നില്ല കേട്ടോ. എന്താ? റിമൈൻഡർ വരുന്നുണ്ട്, ശിഷ്ടം വരുന്നുണ്ട്. റിമൈൻഡർ എത്ര? റിമൈൻഡർ വന്നേ 7 4 32 33 34 35 ഒരു 3 ശിഷ്ടം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അല്ലെ 35നെ 4 കൊണ്ട് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. നമുക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ്. എന്താ? 4ന്റെ ടേബിൾ എത്ര? 8 4 32, ബാലൻസ് ഒരു 3 കണ്ടോ. അപ്പം ശിഷ്ടം 3 വരുന്നുണ്ട്. അപ്പം അത് വരത്തില്ല. മനസ്സിലായോ? 4ന്റെ ടേബിൾ ഇപ്പം 3 5 6 12 എന്നൊരു സംഖ്യ വരിക കണ്ടോ. ഇതിൻ്റെ 4ന്റെ ആണെങ്കിൽ ലാസ്റ്റിലത്തെ 2 സംഖ്യ നോക്കുക. 12 ആണ് വന്നത്. 12 4ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 3 4 12 ആണ്. അപ്പം എന്താണ്? ഈ സംഖ്യ ഡിവിസിബിൾ ബൈ 4 പറ്റുന്നുണ്ട്. അപ്പം 2 നമുക്ക് എക്സർസൈസ് ചെയ്യാണ്ടാവും നിങ്ങളെ. അതുകൊണ്ടാണ് നോക്കുക. 2ന്റെ ടേബിൾ ആണോ എന്ന് നോക്കിയാൽ ലാസ്റ്റിലത്തെ ഈ 5 എണ്ണം ഉണ്ടോ എന്ന് നോക്കുക. 3ന്റെ ടേബിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ മൊത്തം കൂടെ കൂട്ടി നോക്കുക. 4ന്റെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റിലത്തെ 2 സംഖ്യ നോക്കുക. അത് എന്താ? 4ന്റെ ടേബിളിൽ ഇല്ലുമ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇനിയും 5ന്റെ ആണ്. 5ന് ഈ ക്ലൂ ഓർത്ത് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന സംഖ്യ കേട്ടോ നിങ്ങളെ. തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ ലാസ്റ്റിൽ എന്താണ്? 0യോ എന്താ 5ഓ വരികയാണെങ്കിൽ ഈ 2 എണ്ണം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്കൊരു സംഖ്യ തരികയാണെങ്കിൽ ഇത് എളുപ്പം കേട്ടോ. 5ന്റെ
നിങ്ങൾ ഈ തെറ്റുന്നാണ്ട് ഈ 3 എണ്ണം ഞാൻ ഇച്ചിരി സമയം എടുത്ത് പറഞ്ഞത് അത് തെറ്റല്ലേ കുഞ്ഞുങ്ങളെ, എഴുതി പഠിക്കണേ. 5-ാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റിൽ 0-ഓ 5-ഓ, ഇപ്പം ഞാൻ നോക്കട്ടെ 9, 4, 6, ഇതിൻ്റെ ലാസ്റ്റിൽ അത് 6 വന്നത്. അപ്പോൾ എന്താ, നോട്ട് ഡിവിസിബിൾ ബൈ 5. 5ൻ്റെ ടേബിളിൽ പറ്റുന്നില്ല. അടുത്ത 4, 5, 0, ലാസ്റ്റിൽ 0 വന്നോ, യെസ് ഡിവിസിബിൾ ബൈ 5. 5ൻ്റെ ടേബിളിൽ പറ്റുന്നുണ്ട് അല്ലേ? 5ൻ്റെ ടേബിളിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താ, ലാസ്റ്റിൽ 0-ഓ 5-ഓ വരണം. 275 എന്ന് പറയാം, യെസ് ലാസ്റ്റിൽ 5ആണ്. അപ്പോൾ അത് ഡിവിസിബിൾ ബൈ 5. എളുപ്പമല്ലേ? 5ൻ്റെ കാണാൻ എളുപ്പമല്ലേ? 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലാസ്റ്റിലത്തെ 2 എണ്ണമാണേ. 3 എന്ന് വെച്ചാൽ മൊത്തം കൂടെ കൂട്ടുക, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എണ്ണം ഉണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്ത് നമുക്ക് 10 ആണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംഖ്യ ഉണ്ട് കുഞ്ഞുങ്ങളെ, അതായത് 8ൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയും സമയം ഇത് ഡിവിസിബിൾ എന്ന് പറഞ്ഞ് ഞാനൊരു ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഇപ്പം ഈ ഇത്ര എണ്ണേ നിങ്ങളുടെ ടെസ്റ്റ് ചോദിച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം പറയുന്നത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് 6ൻ്റെ ഉണ്ട്, 7, 8 ഒക്കെ ഉണ്ട്. 8ൻ്റെ ഒരു എക്സസൈസ് ഉണ്ട്, അത് ഞാൻ അന്നേരം പഠിപ്പിക്കാം. ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്. 10 നോക്കൂ കുഞ്ഞുങ്ങളെ, 10ൻ്റെ ലാസ്റ്റിലത്തെ 0 ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റിൽ 0 ഉണ്ടെങ്കിൽ അത് 10 ഡിവിസിബിൾ ആണ്. ഇപ്പം 2900 കണ്ടോ, ലാസ്റ്റിൽ 0, യെസ് ഡിവിസിബിൾ ആണ്. 3688 ഇത് 10ൻ്റെ ഡിവിസിബിൾ ആണോ? അല്ല, ലാസ്റ്റിൽ 8 വന്നത്, അപ്പോൾ അത് വരത്തില്ല. എത്ര, 1000 എന്ന് പറയുന്നത് യെസ് ഡിവിസിബിൾ. ഏറ്റവും ലാസ്റ്റിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റിൽ 0 ആണെങ്കിൽ അതെന്താ, 10ൻ്റെ ഡിവിസിബിളാണ്. ഇപ്പോൾ ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അപ്പം നമ്മൾ വെറും 1, 2, 3, 4, 5 എണ്ണേ ഞാൻ പറയുന്നുള്ളൂ. ഇനി 5 എണ്ണവും കൂടിയുണ്ട്. അത് നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ എന്താ പുകഞ്ഞു പോകും. അതുകൊണ്ട് എന്താ ഇത് ഇത്രയും എന്താ, 2 എന്ന് വെച്ചാൽ ഈ 5 സംഖ്യ, 3ൻ്റെ എന്ന് വെച്ചാൽ മൊത്തം കൂടെ കൂട്ടുക, പിന്നെ 9ൻ്റെയും മൊത്തം കൂടെ കൂട്ടുക കുഞ്ഞുങ്ങളെ. അപ്പം 3 പഠിക്കുന്നവർക്ക് 9 ചെയ്യാൻ എളുപ്പമല്ലേ? എന്താ, മൊത്തവും കൂടെ അങ്ങ് കൂട്ടുക. 10 പിന്നെ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് കേട്ടോ. പിന്നെ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിൽ 0-ഉം 5-ഉം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് അറിയണേ കുഞ്ഞുങ്ങളെ. 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലാസ്റ്റിൽ 0 ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഓക്കെ ആണോ? പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ചെയ്യാമല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്കിനി ടെസ്റ്റിലെ ടെസ്റ്റിലെ ചോദ്യം നോക്കാം. നമ്മളോട് ചോദിച്ചത് എന്താ കുഞ്ഞുങ്ങളെ? നമ്മളോട് ചോദിച്ചത് 3624 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ചോദ്യം കണ്ടായിരുന്നോ? ചുവടെയുള്ള സംഖ്യയുള്ള 2 വെച്ച്, അപ്പം നമുക്ക് ആദ്യമേ എന്താ 3624 എന്ന് പറയുന്ന സംഖ്യ എടുക്കാം. 3624 നോക്കാം. ഇത് ആദ്യമേ നമുക്ക് എന്താ 2 വെച്ച് പറ്റുമോ എന്ന് നോക്കാം. 2 വെച്ച് നമ്മൾ പഠിച്ചത് എന്താ, 2 വെച്ച് ലാസ്റ്റിൽ 0, 2, 4, 6 വന്നാൽ എന്താ, അത് പറ്റുമെന്ന് പഠിച്ച. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? വാരി വലിച്ച് നമ്മൾ ഒരുപാട് എടുക്കണ്ട. എന്താ, ഇത് ഡിവിസിബിൾ ബൈ 2 കേട്ടോ, അറിയാമല്ലോ. 2ൻ്റെ ടേബിളിൽ പറ്റും. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഇത് 4ൻ്റെ ടേബിളിൽ പറ്റുമോ? ഡിവിസിബിൾ ബൈ 2 അത് നമ്മൾ എഴുതി അല്ലേ. ഇനി 4ൻ്റെ ടേബിളിൽ പറ്റുമോ നോക്കിയോ നിങ്ങളെ? 4ൻ്റെ ആണെങ്കിൽ എന്താ ചെയ്യണം? എന്താ പറഞ്ഞത്? 3624 ആണ് നമ്മുടെ ചോദ്യം. ഇത് 4ൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് നോക്കുക അല്ലേ. ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് നോക്കുക. ഏതാ 2? 24. ഈ 24 എന്ന് പറയുന്നത് എന്താ, നമുക്ക് 4ൻ്റെ ടേബിളിൽ പറ്റുന്നുണ്ടോ? 1 4 4 2 4 8 3 4 12 4 16 4 20 6 4 24 വരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിസിബിൾ ബൈ ഇതെന്ത് പറ്റും? ഡിവിസിബിൾ ബൈ 4. ഇനി മലയാളത്തിൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ ഇതിനെ? അതായത് ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നല്ലേ, 4ൻ്റെ ടേബിളിൽ ഹരിക്കാൻ പറ്റുമെന്നല്ലേ പറയുന്നത്? പറ്റുമല്ലേ? 3624 4ൻ്റെ ടേബിളിൽ പറ്റുമോ അല്ലേ? ഇനി നോക്കിയാൽ നമ്മളോട് ചോദിച്ചാൽ എത്ര? 5ൻ്റെ ടേബിളിൽ ഇത് പറ്റുമോ കുഞ്ഞുങ്ങളെ? ഞാൻ എല്ലാത്തിൻ്റെയും ക്ലൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പറ്റുമോ 5ൻ്റെ ടേബിൾ? ഇല്ല. 3624 എന്ന് പറയുന്നത് എന്താ, നോട്ട് ഡിവിസിബിൾ. ഇതിൽ ഹരിക്കാൻ പറ്റത്തില്ല. ഡിവിസിബിൾ ബൈ 5 അല്ലേ. എന്താ, നമ്മൾ എടുക്കുമ്പോൾ നോക്കിയാൽ 24 വന്നല്ലേ. 24 നമുക്ക് എത്ര? 20 വരെ പറ്റത്തുള്ളൂ ഇല്ലയോ? എത്ര? 5 4 20 വരെ പറ്റത്തുള്ളൂ. ബാലൻസ് എന്താ, ഒരു റിമൈൻഡർ എന്ത് വരും? 4 വരും. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സംശയം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. അതായത് 3624 നമ്മൾ എന്താ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര? 7 5 35 ബാലൻസ് 1 12 എത്ര? 2 5 10 ശിഷ്ടം 2 24
എത്ര 4 5 20 ബാലൻസ് 4 വരും. റിമൈൻഡർ 4 വരുമെന്ന്, റിമൈൻഡർ 4 കേട്ടോ. അതായത് 24 അല്ലേ, 5ൻ്റെ ടേബിളിൽ 20 കഴിഞ്ഞാൽ പിന്നെ 25ആണ്. അപ്പോൾ ബാലൻസ് 4. അത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുതുക, അല്ലാത്തവർ ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ എളുപ്പ വഴി പറഞ്ഞത്. പലതും ഡിവൈഡ് ചെയ്ത് വെക്കാൻ ഇപ്പോഴും അറിയത്തില്ല നിങ്ങൾ, അതിനുള്ള എളുപ്പ വഴി മാത്രം ഇത്. അപ്പോൾ നമ്മൾ 2 പറഞ്ഞു, 4 പറഞ്ഞു, 5 പറഞ്ഞു. ഇനി 10ൻ്റെ ആണോ 3624 എന്ന് പറയുന്നത് 10ൻ്റെതാണോ? ആണോ നിങ്ങളെ? അല്ല. എന്തുകൊണ്ടാണ്? ലാസ്റ്റ് 10 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് എന്താ 0 പറഞ്ഞു. അപ്പോൾ എന്താ നോട്ട് ഡിവിസിബിൾ ബൈ 10. എന്താ ബാക്കി അവിടെ എന്താ 20 വരത്തുള്ളൂ. അവിടെ എന്താണ് ഒരു റിമൈൻഡർ എന്ത് വരും കുഞ്ഞുങ്ങളെ? 4 വരുന്നുണ്ട് അല്ലേ, കാരണം 24 അല്ലേ, 20 വരെ വരും, ബാക്കി ഒരു 4 അതും വരുന്നുണ്ട്. അപ്പോൾ ആണോ അല്ലയോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഡിവിസിബിൾ ആണെങ്കിൽ എഴുതുക, അതായത് ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതുക. ഇപ്പം പിടികിട്ടിയോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഓരോന്നിനും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ ഏതാണെന്ന് കണ്ടുപിടിക്കാനാ. മിച്ചമില്ലാതെ നമുക്ക് ഏതാ 2ൻ്റെ ടേബിളിൽ പറ്റുമായിരുന്നു അല്ലേ, 4ൻ്റെ ടേബിളിൽ പറ്റും, മറ്റേത് 2നും മിച്ചം വരുന്നുണ്ട് 4 വീതം. ഇപ്പം പിടികിട്ടിയോ? ഇനി അപ്പം നമ്മൾ അടുത്ത ചെയ്യാം. 3625 നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. 3625 ടെസ്റ്റിലെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ അത് നോക്കിക്കേ. ഈ ലാസ്റ്റിൽ 5 വന്നേ. അപ്പം നമുക്ക് എന്താ 2ൻ്റെ ടേബിൾ നോക്കൂ നിങ്ങളെ. 3625 എന്ന് പറയുന്നത് 2ൻ്റെ ടേബിൾ. ഇപ്പം നമ്മൾ ക്ലൂ പഠിച്ചതാ എന്താ? നോട്ട് ഡിവിസിബിൾ. എൻ്റെ ആ ക്ലൂ പഠിക്കാമെങ്കിൽ എളുപ്പമാവും നിങ്ങളെ. നോട്ട് ഡിവിസിബിൾ ആണ്. നോട്ട് ഡിവിസിബിൾ ബൈ എന്താ 2. 2ൻ്റെ ടേബിളിൽ പറ്റത്തില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ആ പറഞ്ഞ 5 സംഖ്യകളായിരിക്കണം. ഇവിടെ ആണോ? അല്ല. അപ്പം അത് പറ്റത്തില്ല. പിന്നെ എത്ര നമ്മളോട് പറഞ്ഞാൽ 4ൻ്റെ ടേബിൾ ആണോ? 4ൻ്റെ ആണെങ്കിൽ ലാസ്റ്റിലത്തെ 25 4ൻ്റെ ടേബിളിൽ വരുമോ? ഇല്ല. അത് കേൾക്കുമ്പോഴേ അറിയില്ല. എന്താ നോട്ട് ഡിവിസിബിള്. ഇത് ആദ്യം കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പിന്നെ അങ്ങ് പടപടാന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. 24 ടേബിൾ അറിയാവുന്നവർക്കേ പറ്റും കേട്ടോ, ഇല്ലാത്തവരൊക്കെ നെഞ്ചി കിടന്ന് പടപടാന്നിരിക്കുമായിരിക്കും. അറിയാവുന്നവർക്ക് ഇല്ലേ? നോക്കുന്നില്ല. 25 എന്ന് പറയുന്നത് എന്താ? 4ൻ്റെ ടേബിളിൽ പറ്റത്തില്ല. എത്ര വരെ വരത്തുള്ളൂ? 20 അല്ലേ. 6 4 24. അവിടെ എന്ത് വരും? ഒരു റിമൈൻഡർ എന്ത് വരും? 1 വരും അല്ലേ. 24 വരത്തുള്ളൂ. ഇവിടെ 25ആണ്. അപ്പോൾ ഒരു ശിഷ്ടം 1 വരും. സംശയമുള്ളവർ ഇവിടോട്ട് മാറ്റി ഡിവൈഡ് ചെയ്യണേ. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചാൽ 5ൻ്റെ ടേബിള് 3625. 5ൻ്റെ ടേബിളിൽ വരുമോ? വരും. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ വരും. അപ്പം ഡിവിസിബിൾ ബൈ പറഞ്ഞു നിങ്ങളെ, ഡിവിസിബിൾ ബൈ 5 അല്ലേ. 5ൻ്റെ ടേബിളിൽ പറ്റും. അവിടെ റിമൈൻഡർ ഒന്നുമില്ല. അടുത്ത 10ൻ്റെ ടേബിളിൽ പറ്റുമോ? 3625 10ൻ്റെ ടേബിളിൽ പറ്റുമോ? ഇല്ല, കാരണം 0 വന്നെങ്കിലേ 10 വരും. അപ്പം എന്താ? നോട്ട് ഡിവിസിബിൾ ബൈ 10. ഓക്കെ ആണോ നിങ്ങളെ? ആണല്ലോ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി മൂന്നാമത്തെ ടെസ്റ്റിലെ ചോദ്യം ഏതാ? 3626 കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 3626 കേട്ടോ. 3626 നോക്കിക്കേ. നമുക്ക് 2ൻ്റെ ടേബിൾ നോക്കൂ നിങ്ങളെ. 2 3626 ലാസ്റ്റ് ഡിജിറ്റ് 6. യെസ്, ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ബൈ 2. 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ, ഹരിക്കാൻ പറ്റും. പിന്നെ എത്ര? 26 കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ? 3626 4ൻ്റെ ടേബിളിൽ പറ്റുമോ? ലാസ്റ്റ് 26ആണ്. 26 വരുന്നുണ്ടോ നോക്കിക്കേ. 26 ഇല്ല, 24 വരെ വരുന്നുള്ളൂ അല്ലേ. അപ്പം നോട്ട് ഡിവിസിബിൾ, ഹരിക്കാൻ പറ്റത്തില്ല. ഏതാ? എത്ര വെച്ച്? ബൈ 3. 3 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. മലയാളത്തിൽ എഴുതിക്കാണോ നിങ്ങളെ? അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, കാരണം ലാസ്റ്റിൽ 26ആണ് വന്നത്. ശിഷ്ടം എത്ര വരും? 24 വരത്തുള്ളൂ. ബാലൻസ് ഒരു 2 വരും അല്ലേ. അപ്പം റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്ര വരും? ശിഷ്ടം എന്ന് എഴുതണേ കുഞ്ഞുങ്ങളെ. ഞാനൊന്നും മലയാളം എഴുതിയില്ല. അല്ലാണ്ട് ശിഷ്ടം എത്രയാണ്? ഒരു 2 വരും. ഞാൻ മലയാളത്തിലാണ് എല്ലാം പറയുന്നത് കേട്ടോ. ഇനി കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ? ഞാൻ ഇംഗ്ലീഷ് പറയുന്നു, മലയാളം, ഞാൻ എല്ലാം പറയുന്നത് മൊത്തം മലയാളമാണ്. ഞാൻ ഇംഗ്ലീഷ് ഇപ്പോൾ ഈ ഡിവിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഡിവിസിബിൾ എന്ന് എളുപ്പം പറയുന്നത്. ഇനി നമുക്ക് 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ നിങ്ങളെ? 5. 3626 5 വെച്ച് പറ്റുമോ? ഇല്ല, കാരണം എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ 6ആണ്. അപ്പം എന്താ? അതും നോട്ട് ഡിവിസിബിൾ. ഇത് നമുക്ക് ഹരിക്കാൻ പറ്റത്തില്ല. 5 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു റിമൈൻഡർ 1 വരും അല്ലേ. 25 വരെ വരും. ഇവിടെ 26ആണ്. അപ്പം റിമൈൻഡർ 1 വരും. പിടി കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ?
ഇതിൽ കൂടുതലൊക്കെ ഇനി എങ്ങനെയാണ് പറയുന്നത് നോക്കിക്കേ. 10 വെച്ച് 3626 നമുക്ക് 20 കഴിഞ്ഞാൽ പിന്നെ 30 വരുന്നത് അല്ലേ. 20 കഴിഞ്ഞാൽ 30 വരുന്നത്, നമുക്ക് 26. അപ്പോൾ എത്ര നോട്ട് ഡിവിസിബിൾ ആണ് ഇത്. 10ന്റെ ടേബിളിൽ പറ്റുവേ ഡിവിസിബിൾ കാരണം 10ന്റെ ടേബിളിൽ നമുക്കിത് പറ്റുമോ ഇല്ല. കാരണം എന്താ റിമൈൻഡർ വരുന്നു പറ്റുന്നുണ്ട്. എന്താ 2 വെട്ടേ പറ്റത്തുള്ളൂ. റിമൈൻഡർ നമുക്കൊരു 6 വരും. നമുക്ക് റിമൈൻഡർ വരാതെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 4 എണ്ണവും നോക്കിയോ. റിമൈൻഡർ ഏതൊക്കെ വരുന്നു, ശിഷ്ടം ഏതൊക്കെ വരുന്നു, ഇത് ഹരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. 3626 നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് എത്രാമത്തെ നിങ്ങളെ ഇത്രയേ ഉള്ളോ? 4 ഉണ്ട് അല്ല, 3630 കൂടെ ഉണ്ട് അല്ലേ. 3630 ഉണ്ട്. നോക്കാം 3630 തന്നെ ചെയ്യാൻ പറ്റുമോ? 3630 എന്ന് വെച്ചാൽ 2ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 3630 എന്താണ്? ലാസ്റ്റിൽ 0 വന്നാൽ ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ഹരിക്കാൻ പറ്റും. ഏതാ ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ 3630 4 വെച്ച് ഭരിക്കാൻ പറ്റുമോ നിങ്ങളെ? 4 എന്ന് വെച്ചാൽ എന്താ? ലാസ്റ്റിലത്തെ 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 30 അല്ലേ. 30 എന്ന് പറയുന്നതോ പറ്റുന്നുണ്ടോ? 4 അല്ലേ, 4 27 28 വരും അല്ലേ. അപ്പോഴും ബാക്കി 2 വരും. അപ്പം നമ്മൾ എഴുതാം നോട്ട് ഡിവിസിബിൾ. 28 വരത്തുള്ളൂ. നോട്ട് ഡിവിസിബിൾ ആണ്, ഹരിക്കാൻ പറ്റത്തില്ല. ഡിവിസിബിൾ ബൈ 3 നമുക്കെന്താ റിമൈൻഡർ ഒരു 2 വരുമെന്ന് അല്ലേ. 28 വരൂ, ബാക്കി ഒരു 2 വരുന്നുണ്ടെന്ന്. റിമൈൻഡർ 2 വരുന്നുണ്ട്. ഇനി 5 പറ്റുമോ നിങ്ങളെ? 36 30 പറ്റുമോ? മനസ്സിൽ തന്നെ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറയണം കേട്ടോ. 36 30 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ലാസ്റ്റിൽ 0 വന്നാൽ 5ന്റെ ടേബിളിൽ പറ്റും. ഡിവിസിബിൾ ഹരിക്കാൻ പറ്റും. ഡിവിസിബിൾ ബൈ 5 5 വെച്ച് പറ്റും. പിന്നെ 10 വെച്ച് പറ്റുമോ നിങ്ങളെ? 36 30 പറ്റും. കാരണം ലാസ്റ്റിൽ എന്താ 0 ആണല്ലേ. ഡിവിസിബിൾ ബൈ 10 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ ഒരെണ്ണത്തിനേ ഉള്ളൂ എന്താ റിമൈൻഡർ വന്നത് അല്ലേ. ഓക്കെ ആണോ നിങ്ങൾ? ഇത്രയും നിങ്ങളുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത അതിൻ്റെ ഒന്നാമത്തെയാണ് ഇത് ഇത്രയും വന്നത്. ഇനി അതിനകത്തിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഞാനത് എഴുതിയിട്ട് അപ്പോൾ നോക്കിയോ നിങ്ങളെ. അടുത്തടുത്ത ചോദ്യം കേട്ടോണേ. അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ ഏതെടുത്താലും അവയിൽ ഒരെണ്ണത്തിനെ 5 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചെഴുതാൻ. ചോദ്യം മനസ്സിലായോ? ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയാവും നിങ്ങളെ? ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ 1 ഓഫ് ദം വിൽ ബി ഡിവിസിബിൾ ബൈ 5. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. എന്താവും നിങ്ങളെ? നമ്മൾ അടുത്തടുത്തുള്ള സംഖ്യ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? അടുത്തടുപ്പ് 1 2 3 4 20 21 22 23 50 52 53 45 46 47 അടുത്തടുത്ത് കിടക്കുന്നത് കേട്ടോ. അതാ സംഭവം. ഈ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ ഓർത്തോണേ എന്താണ് കേട്ടോ. അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ ഏതെടുത്താലും ഒരെണ്ണം 5 എണ്ണം കാണും. നമുക്ക് എടുക്കാം. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള എടുത്തോ. ഇപ്പം ഞാൻ നോക്കി അടുത്തടുത്ത് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ ഞാൻ എഴുതുക 41 42 43 44 45 അടുത്ത് കിടക്കുന്നത് വേണം കേട്ടോ. എവിടെ എന്തെങ്കിലും കിടക്കുന്നതൊന്നുമല്ല. അടുത്തടുത്ത് കിടക്കുന്ന 5 സംഖ്യകൾ നോക്കിയേ 1 2 3 4 5 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 5 സംഖ്യയിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താവും നിങ്ങളെ ആ 5ൻ്റെ ടേബിളിൽ പറ്റുമെന്ന്. 5 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശിഷ്ടം വരത്തില്ലെന്ന്. ശരിയല്ലേ? നമ്മൾ പഠിച്ച ക്ലൂ എന്താണ്? 5ൻ്റെ ടേബിൾ ഡിവിസിബിൾ എന്ന് കേൾക്കുമ്പോഴേ ലാസ്റ്റിൽ എന്ത് വരണം കുഞ്ഞുങ്ങളെ? അതങ്ങ് ഓർത്താൽ മതി. അവസാനം 0 5 വന്നാൽ മതി. ആ ക്ലൂ നമ്മൾ ഫസ്റ്റിലെ പഠിച്ചായിരുന്നു. അതറിയാവുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഇത് ബേസ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇതിനകത്തിൽ ലാസ്റ്റ് 0 5 വല്ല ഉണ്ടല്ലോ. ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കാണും. അതാണ് അതിൻ്റെ. നോക്കിക്കേ 24 25 26 27 28 5 എണ്ണമായില്ലേ? അടുത്തടുത്ത 5 എണ്ണമല്ലേ? ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കിക്കേ. കിടക്കുന്ന 25 കണ്ടോ? ലാസ്റ്റിൽ 5 അല്ലേ വന്നേ? നമ്മളിപ്പോൾ പറയാം 1000 കൂടുതലങ്ങ് പോയാൽ പറ്റുമോ? 1214 1215 1216 1217 1218 ഏതെങ്കിലും അടുത്തടുത്ത ഏതായാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അതോ അറിയാൻ വേണ്ടി ഇച്ചിരി ഇതിട്ട് അതായത് അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ വേണം. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് കേട്ടിട്ടില്ലെന്ന് പറയല്ലേ? അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ചോദ്യം. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നുണ്ടാവും നിങ്ങളെ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ ഏതെടുത്താലും ഒരെണ്ണം എന്തായിരിക്കും നോക്കിക്കേ. ഇവിടെ ലാസ്റ്റിൽ 0 5 വന്ന അതാണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം കാണും. ഇപ്പം പിടികിട്ടിയോ?
ആ സംശയം മാറിയോ? ഏത് ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദിച്ചാലും എഴുതണേ നിങ്ങളെ. അടുത്തടുത്ത് 5 എണ്ണൽ സംഖ്യകളിൽ ഏതെടുത്താലും കേട്ടോ, എണ്ണൽ സംഖ്യ ഏതെടുത്താലും അവയിൽ ഒരെണ്ണത്തിന് 5 കൊണ്ട് നമുക്ക് ശിഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് 5 വന്നാൽ നമുക്കറിയാം ശിഷ്ടം, നമ്മൾ ആദ്യമൊക്കെ ചെയ്തതാണ് അല്ലേ, നമുക്ക് ശിഷ്ടം അല്ലാതെ റിമൈൻഡർ വരത്തില്ലെന്ന്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ആ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ കുഞ്ഞുങ്ങളെ. അത് ഒരുപാടുണ്ട്, അത് ഞാൻ അത്രയും വാരി വലിച്ച് എഴുതുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ കാണുമെന്ന് എനിക്കറിയാം. അതായത് 4 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാന 3 അക്കങ്ങൾ ചേർന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വിശദമാക്കാൻ. ചോദ്യം മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ആ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 4 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യ, 4 സംഖ്യയോ, അതിലിപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 4 അല്ലേ, 1000 കൂടുതൽ വരുന്ന എല്ലാം എന്താ 4 അക്കം ഉള്ളതാണ് അല്ലേ. അതോ അതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരണം? വരുന്ന മിച്ചം ബാക്കി വരുമല്ലോ, ശിഷ്ടം വരുമല്ലോ, റിമൈൻഡർ. ആ സംഖ്യയുടെ അവസാന 3 അക്കങ്ങൾ ചേർന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ. ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതൊരു ഇച്ചിരി ഇതാണ്, നിങ്ങൾ ചെയ്ത് പഠിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം രീതിയിൽ പറയാമെന്നു. ഫോർ എനി നമ്പർ വിത്ത് 3 or more ഡിജിറ്റ് ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 8 ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ നമ്പർ ബൈ ദ ലാസ്റ്റ് 3 ഡിജിറ്റ് കേട്ടോ. ആ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പം ഞാനത് നല്ലൊരു പേപ്പറിൽ നിങ്ങളെ എഴുതി കാണിക്കാം. അതായത് നമ്മളോട് ചോദിച്ചത് 8 കൊണ്ട് ഹരിക്കണം അല്ലേ, ഏതെങ്കിലും ഒരു സംഖ്യ, അതായത് 4 അക്ക സംഖ്യ ആവണമെന്നല്ലേ പറഞ്ഞത് അല്ലേ കുഞ്ഞുങ്ങളെ? 4 അതിൽ കൂടുതലോ അക്കമുള്ള സംഖ്യയാണ്. 4 അതിൽ കൂടുതൽ, നമുക്ക് 4 അക്കം ഉള്ള ഒരെണ്ണം എഴുതാം. നോക്കിക്കേ, ഇപ്പം ഞാൻ പറയാം, 4525 എന്ന് പറയുന്ന ഒരു സംഖ്യ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇങ്ങനെ ഒരു സംഖ്യ, ഇത് ഏതോ ആയിക്കോട്ടെ, 4 എണ്ണം വരുന്നില്ലേ? നമ്മളോട് ചോദ്യം 4 അതിൽ കൂടുതലോ, അപ്പം 4 എണ്ണം ഉള്ള എടുത്തു. ഈ ഒരു സംഖ്യ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം, ഇതിനെ നമ്മൾ ഹരിക്കുമ്പോൾ 8 കൊണ്ട് ഹരിക്കുമ്പം റിമൈൻഡർ എന്ത് വരണം? ആ സംഖ്യയുടെ അവസാന 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ 8 കൊണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കേട്ടോ. അതായത് 8 കൊണ്ടാണ് മുമ്പ് നമ്മൾ ഡിവിസിബിൾ 2, 3, 4, 5, 10 വരെ പഠിച്ചായിരുന്നു അല്ലേ. എന്നാലേ ഇനിയും ഡിവിസിബിൾ 8 ഓർക്കണം കേട്ടോ. എന്താവും നിങ്ങളെ? ഡിവിസിബിൾ അതായത് 8 കൊണ്ട് ഹരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് 3 അക്ക സംഖ്യയാണ് കേട്ടോ, അതിൻ്റെ ലാസ്റ്റിലത്തെ 3 അക്കം കേട്ടോ, 3 എണ്ണം. അതായത് ഞാൻ പറയാം, ഇപ്പം 4525 എന്ന് പറയുന്നതിനെ ഞാൻ എങ്ങനെ എഴുതുമെന്ന് പറയാമോ? 4000 അധികം 525. ഇപ്പം പിടികിട്ടിയോ? ലാസ്റ്റിലത്തെ 3 എണ്ണത്തിനാണ് അവിടെ മാറ്റം. മറ്റേത് 4000 ഞാൻ മാറ്റിയിട്ട് 525 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഈ പറയുമ്പോൾ ഡിവിസിബിൾ 8 നമ്മുടെ ചോദ്യം കേട്ടോ. 8 കൊണ്ട് ഹരിക്കുക എന്നാണ് ചോദ്യം. അപ്പം 4000 അധികം 525 അത് ഓക്കെ ആണോ നിങ്ങളെ? ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ 4000ത്തിനെ സ്പ്ലിറ്റ് ചെയ്യണം. എന്താ? 4000ത്തിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാ? 1000 ഇൻറ്റു 4 അല്ലേ, ഇല്ലയോ? 1000 ഇൻറ്റു എളുപ്പ വഴിയായത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. 1000 100 1000 ഇൻറ്റു 4 4000 പ്ലസ് ഇവിടെ 525 അതുപോലെ തന്നെ നമ്മൾ ഇത് പറഞ്ഞാൽ നേരത്തെ ചെയ്ത മേധയുടെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിലത്തേന് ഒരു മാറ്റവും വരാതെ, അത് തന്നെ 1000 ഇൻറ്റു 4 4000 525 അതുപോലെ എഴുതി. മനസ്സിലായോ? ഇനി നമ്മൾ എന്തോ എന്നറിയോ? ഈ 1000ത്തിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ 1000ത്തിനെ എന്ത് ചെയ്യണം? 1000 എന്ന് പറയുന്നത് എത്രയാണ്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളോട് ചോദിച്ച 8 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 1000 എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? 8 ഇൻറ്റു 125 ഓർത്തോണം. ഇത് നിങ്ങൾ കാണാതെ അങ്ങ് പഠിക്കണം. 1000 എന്ന് പറയുന്നത് 8 ഇൻറ്റു 125 ഇവിടെ വരെ ഓക്കെ ആണോ നിങ്ങളെ? അതായത് 4525 നമ്മൾ 4000 അധികം 525 എന്ന് എഴുതി. ഇംഗ്ലീഷിൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി ഞാനത് പറയണോ? 4000 പ്ലസ് 525. 4000നെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്താ?
1000 ഇൻറ്റു 4 ആണല്ലോ 4000 അല്ലേ. 525 അതുപോലെ എഴുതി. ഇനി ഈ 1000 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ, കാരണം 8 ആണ് നമ്മളുടെ ആൾ അല്ലേ, നമ്മുടെ എത്ര വെച്ച് 8 വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 ഇൻറ്റു 125 എന്ത് 1000. അത്രയും വരെ ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താണെന്നറിയോ, ഈ 125 ഇൻറ്റു 8 എത്ര 1000 അല്ലേ. അപ്പം നമ്മളെങ്ങനെ എഴുതും, 125 ഇൻറ്റു 8 ഇൻറ്റു എങ്ങനെ വന്നു 4. അതെങ്ങനെയാണ് വന്നേ, ആ 4 എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാമോ നിങ്ങളെ? വേണ്ട, ഈ 1000 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താ ഇത് ഇത്രയാക്കിയത് അല്ലേ. 1000 സ്പ്ലിറ്റ് ചെയ്തതാണ് ഇത് ഇത്രയും 1000 സ്പ്ലിറ്റ് ചെയ്തതാണ് അല്ലേ. അതാണ് ഇവിടെ എഴുതിയത്. ഇനി ഈ 4 എന്ന് പറയുന്നത് തണ്ട് ഇവിടെ കിടക്കുന്ന ഈ 4 കേട്ടോ. കാരണം അതിനെ നമ്മൾ 1000 ഇൻറ്റു 4 അല്ലായിരുന്നോ, 1000 സ്പ്ലിറ്റ് ചെയ്തതാണ് 125 ഇൻറ്റു 8 അല്ലേ. ഇനി ഇവിടെ ഒരു 4 കിടപ്പുണ്ട്, ആ 4 ഇത്, മറന്നുപോലെ കുഞ്ഞുങ്ങളെ. ഇനി പ്ലസ് നമ്മുടെ 525. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 4000 നമ്മൾ 1000 ഇൻറ്റു 4 എന്ന് എഴുതി. സത്യം പറഞ്ഞാൽ ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങളെ ഒരുമാതിരി ഇതൊരു ക്രൂരതയല്ലയോ? എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങൾ ചെയ്യുമെന്ന്. എന്നാലും ഞാനങ്ങ് പറയുക, കാരണം ഇതൊരു ഇച്ചിരി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1000 ഇൻറ്റു 4 4000. ആ 1000 വീണ്ടും നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 8 ഇൻറ്റു 125 1000 വന്നു. പിന്നെ നമുക്കിവിടെ ഒരു 4 ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ, ആ 4 ഇവിടെ എഴുതുന്നത്, അത് മറന്നു പോവല്ലേ കേട്ടോ. ഇനി പ്ലസ് ഈ 525 ഇവിടെ. ഇതെല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എവിടുന്ന് വന്നു എന്ന് നിങ്ങൾ പിന്നെ കൺഫ്യൂഷൻ അടിക്കണ്ടല്ലോ. ഓക്കെ ആണോ? ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ 120 ഇപ്പം 8 വെച്ച് ചെയ്യാനല്ലായിരുന്നു, ഈ 8 അതുപോലെ അവിടെ അങ്ങ് നിർത്തിയിട്ട് 125 ഇൻറ്റു 4 എന്താ നിങ്ങളെ 125 ഇൻറ്റു 4 ഇൻറ്റു 8 എന്ന് കുറച്ചുകൂടെ സൗകര്യത്തിന് എഴുതിയതാ. അപ്പം 125 ഇൻറ്റു 4 എത്ര നിങ്ങളെ 500. കാരണം ഈ 8 ഇവിടെ എഴുതുന്നത് വെച്ചാൽ ഇയാളാണ് ഇവിടുത്തെ നായകൻ, അതുകൊണ്ട് കേട്ടോ. 500 ഇൻറ്റു 8 പ്ലസ് 525. ഓക്കെ ആണോ? ഇത്രയും സംശയമുണ്ടോ? ഇത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങളെ ചെയ്ത് തന്നെ പഠിക്കണം. ഈ 500 വന്നതൊക്കെ അങ്ങനെ 125 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 500 വന്നത്. ഇത് ഈ 8 തന്നെ. പിന്നെ ഇയാൾക്കൊരു മാറ്റമില്ല, ഇയാൾ ഇന്നുകൂടി കുഴപ്പം ഇല്ലയോ? ഇതിങ്ങനെ ഈ വരച്ചിട്ടതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ, കാരണം വരച്ചിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 520 എന്നോടൊന്നും തോന്നല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ഇതുപോലെ കണക്കായതുകൊണ്ടാണ് കേട്ടോ. ഇതെന്നെ കൊണ്ട് മാക്സിമം ഇതിൽ താഴ്ന്നൊന്നും ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, 500 ഇൻറ്റു 8 500. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് 4000 നമ്മൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യോ അങ്ങനെ എല്ലാം ചെയ്തു. ഇനിയുണ്ടല്ലോ ഈ 525 ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും കേട്ടോ. ഇത് എൻ്റെ എല്ലാം കേട്ടോ, ടെസ്റ്റിലെ കുഞ്ഞുങ്ങളെ. ഇനി നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ 525 ചെയ്യാമെന്ന 525 സ്പ്ലിറ്റ് ചെയ്യാമെന്ന. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, 525 ആര് കൊണ്ടാണ്? 8 കൊണ്ടാണ്. 8 വന്നാൽ എങ്ങനെയാണെന്നറിയാം, നമ്മൾ 8 നമ്മുടെ എന്താ ക്വസ്റ്റ്യനിലെ ആൾ, അതുകൊണ്ടാട്ടോ 8 കൊണ്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 6 8 48 49 50 52 45 കേട്ടോ. 45 എത്ര ആവില്ല? 5 8 40 ബാലൻസ് 5. ഇതിന് സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിലും ചെയ്ത് പഠിക്കുക കേട്ടോ, അല്ല ഇപ്പം ഞാൻ എന്തോ ചെയ്യാനാ. അപ്പം നോക്കൂ നിങ്ങളെ, ഇവിടുത്തെ ആളാരാണ്? കോഷ്യൻറ്റിനെ എഴുതി 65 അല്ലേ. പിന്നെ ഇൻറ്റു 8, 65 ഇൻറ്റു 8 അധികം 5 എന്ന് നമുക്ക് വരും. ഇതിന് സംശയമൊന്നുമില്ലല്ലേ? 65 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരയ്ക്കണോ? ഉണ്ട്, ഇതാണ് 65, ഇതാണ് 8, ഇതാണ് 5 കേട്ടോ. ഓക്കെ ആണോ? നമ്മൾ ഈ 4000 ഇവിടെ എല്ലാം ഇട്ട് ചെയ്തത്. 4000 ഇട്ട് ചെയ്തതിന് ശേഷം 525 അതുപോലെ അയാൾക്ക് ഒന്നും അയാളെ ചെയ്തിട്ടില്ല. എന്നിട്ട് 525 പിന്നെ നമ്മൾ ചെയ്യുന്നത്. 525 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ എല്ലാം കൂടെ പറക്കി എഴുതുക എന്നുള്ളതാണ്. എന്താ നമ്മുടെ ചോദ്യം? എന്താ നിങ്ങളെ 4525 എന്ന് പറയുന്നത് നമുക്കെന്താ, ആദ്യമേ നമുക്ക് എത്ര കുഞ്ഞുങ്ങളായിട്ട് 500 ഇൻറ്റു 8 നമുക്ക് ആദ്യത്തെ 4000 ചെയ്തപ്പോൾ കിട്ടിയത്. പ്ലസ് ഇപ്പം നമുക്ക് എത്ര കിട്ടി? 65 ഇൻറ്റു 8 അധികം 5 എന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. ഇപ്പം പിടി കിട്ടിയോ?
നിങ്ങളിത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യണേ. നിങ്ങൾ 5ാം ക്ലാസ് കുഞ്ഞുങ്ങൾ, എനിക്കറിയാം നിങ്ങൾ പൊടിപ്പിള്ളാരാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും വലുതൊക്കെ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, അതുകൊണ്ടാട്ടോ. അപ്പം നോക്കിക്കേ കുഞ്ഞുങ്ങളെ, 500 × 8 ഉണ്ട്, 60 × 8 ഉണ്ട്, +5 ഉണ്ട് അല്ലേ. ഇപ്പം ഇതിനകത്തിലെ പൊതുവായിട്ടുള്ള ആരാ കുഞ്ഞുങ്ങളെ? രാജാവായിട്ട് നമ്മുടെ ഈ ചോദ്യത്തിൽ 8 ആണല്ലേ. അപ്പം അത് അവിടെ അതിനെ അങ്ങ് എഴുതിക്കോ. 8 × അധികമല്ലേ നമ്മളോട് ചോദിച്ചാൽ, അധികം പ്ലസ്. അപ്പം 500ഉം 65 കൂടെ കൂട്ടുമ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? 500ഉം 65 കൂടെ കൂട്ടുമ്പം 565. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ എവിടെ നിന്ന് വന്നോന്ന് ചോദിക്കത്തില്ല. അപ്പം എത്ര? 565. മനസ്സിലായോ? +5. എളുപ്പമുള്ള കണക്കല്ലേ. 565 × 8. 5 8 40, ശിഷ്ടം 4, 6 8 48, 4 49 50 52, ശിഷ്ടം 5, 8 40 5 45, 45 20 അല്ലേ. 45 20 അധികം 5 45 20 45 25. എളുപ്പമില്ലേ ഈ കണക്ക് ചെയ്യാൻ അല്ലേ? സിമ്പിൾ കണക്കല്ലേ. ഇങ്ങനെ ഇത് ചെയ്തത് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്കൊരു ലാസ്റ്റ് ചിലപ്പോൾ ഒരു 5 മാർക്കിനങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യല്ലേ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ ചാപ്റ്ററിലെ 9ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ ഏതെങ്കിലും 4 അക്കമുള്ള ഒരു സംഖ്യ എഴുതുക, 4 അക്കത്തിൽ കൂടുതലുള്ള. അപ്പം 8 ആണ് ഇവിടുത്തെ ആളെന്ന് ഓർത്തു. അപ്പോൾ ആരാണ് ഇവിടുത്തെ? ചിലപ്പോൾ ഇവിടെ 6 ആയിരിക്കാം, 3 ആയിരിക്കാം, 2 ആയിരിക്കാം. അപ്പോൾ അതാണ് 8 മാറ്റിയിട്ട് അവിടെ എല്ലാം ഇതിട്ടോണം കേട്ടോ. അപ്പം 4525 നമ്മൾ 4000 അധികം 525. 4000നെ സ്പ്ലിറ്റ് ചെയ്യുക, 1000 × 4 ആണ് 4000. ഈ 1000നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക, 8 കൊണ്ട് ചെയ്യുക. 125 × 8 ആണ്. 125 × 8, പിന്നെ ഈ 4 വന്നാൽ അറിയാമേ 4. അപ്പം നമുക്ക് ഫസ്റ്റിലത്തെ കിട്ടിയെന്ന് ഓർത്താൽ മതി, ആദ്യത്തേത് കേട്ടോ. പിന്നെ നമ്മളെന്താ 525നെ ചെയ്യുക, 8 വെച്ച് ചെയ്യുക. അപ്പോൾ 65 8 ശിഷ്ടം 5 വന്നു. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്തപ്പം നമ്മുടെ നായകനെ എന്ത് ചെയ്യുക? ഫസ്റ്റിൽ 8 ആണ് ഇവിടുത്തെ ആൾ. ഈ 500ഉം ഈ 65 കൂടെ കൂട്ടുമ്പോൾ 565 +5. റിമൈൻഡറിനെ മാറ്റി എഴുതുക, അതിനെ അതുപോലെ തന്നെ കൊണ്ടുവരിക. 565നെ 8 കൊണ്ട് ചെയ്തപ്പം 4520 കിട്ടി, +5. ഇതാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ചോദ്യം കിട്ടണം. അതിന് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പോൾ 9ാമത്തെ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ. നമ്മുടെ നിങ്ങൾക്ക് എക്സാമാണ് 5 മുതലുള്ള ചാപ്റ്റർ. ഇന്നലെ ഞാൻ 5ഉം 6ഉം പിന്നെ 7ഉം ചാപ്റ്റർ 3 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇന്നലെ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 9 ഉണ്ട്. ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എക്സാമിന് മുമ്പേ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് കയറി കണ്ടാൽ മതി കുഞ്ഞുങ്ങളെ. എല്ലാ കണക്കും ഉണ്ട് കേട്ടോ. എല്ലാ കണക്കും ബീനാസ് ലേണിംഗ് ക്ലാസ് കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൻ്റെ എല്ലാ ചാപ്റ്ററും ഇട്ടിട്ടുണ്ട് കേട്ടോ. കണക്കുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടി എടുക്കാം കേട്ടോ. ഓക്കെ നിങ്ങൾ എല്ലാം മാത്സ് എന്നല്ല, മിക്കവാറും ഉള്ളതിൻ്റെ എല്ലാം നോട്ട് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം എഴുതിയെടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഇനിയായാലും അങ്ങ് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.